ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ ഒരു കോർസെറ്റ് ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളിത് പേപ്പറിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് തുണിയിലേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാക്ക് പീസിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ പറയുന്നത്. ഷോൾഡറിൻ്റെ പകുതി നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. അത് ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കുന്നത് 1/2 ഇഞ്ചാണ്. അതും കൂടി ചേർത്തിട്ട് 7 ഇഞ്ചാണ് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. കൂടെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലെങ്ത് കൊടുക്കുന്നത് 14.5 ഇഞ്ചാണ് കേട്ടോ. സീം അലവൻസ് ഉൾപ്പെടാതെയാണ് ഈ 14.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 14.5 ഇഞ്ച് തന്നെ കിട്ടും. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 8.5 നാലൊരു ഭാഗം 1.5 ഇഞ്ചും കൂടി ചേർത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആം ഹോളാണ്. 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ആം ഹോളും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇത് ഞാൻ 14.5 ഇഞ്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമോ ആ ഒരു ലെങ്ത്തിൽ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിൻ്റെ നെക്കും കൂടി മാർക്ക് ചെയ്യണം. നെക്ക് വിട്ട് 3.25 ഇഞ്ചാണ് എടുക്കുന്നത്. 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്ക് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊരു ബോക്സ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ നെക്കിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒരു വൈഡായിട്ടുള്ള ഒരു ഷേപ്പാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഞാൻ കൊടുക്കാൻ മറന്നുപോയി. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്ത് അതുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടി ഞാൻ 2 ആക്കി ഫോൾഡ് ചെയ്ത പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഷോൾഡറും നെക്കിൻ്റെ അകലവും ടോട്ടൽ ലെങ്തും ഞാൻ ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടേ. നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ട് പീസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് താഴത്തേക്ക് ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കണ്ടല്ലോ, ഫ്രണ്ട് പീസിൽ കുറച്ച് താഴ്ന്ന് ഇറങ്ങി നിൽക്കുന്നൊരു ഡിസൈനാണിത്. അതാണ് നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആം ഹോളാണ്. ആം ഹോള് ഒന്ന് കുഴിച്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ വിട്ടെല്ലാം നമ്മൾ ബാക്കിൽ കൊടുത്ത സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ. ഇനി താഴത്തെ 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ, ആ ഒരു പോർഷനിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് 17 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇനി 14.5 ഇഞ്ച് ബാക്ക് പോർഷനിലും ഉണ്ടല്ലോ, ആ ഒരു മെഷർമെൻറ്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 6.5 ഇഞ്ച് എടുത്ത ശേഷം ബാക്കിലെ പോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് മുകളിൽ നിന്നും അപ്പെക്സ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ചെസ്റ്റിന് താഴെ ഭാഗത്തായി 9.5 ഇഞ്ചിലാണ് ഞാനിവിടെ അപ്പെക്സ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡറിൽ നിന്നും ടേപ്പ് വെച്ച് എവിടെയാണോ നിപ്പിൾ പോയിൻ്റ് വരുന്നത് അതാണ് അപ്പെക്സ് പോയിൻ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പെക്സ് പോയിൻറ്റിലേക്കുള്ള വിട്ടാണ്. അപ്പോൾ 2 നിപ്പിൾസും തമ്മിലുള്ള ലെങ്ത് എടുത്ത ശേഷം അതിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 3.75 ആണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ എക്സ്ട്രാ 2.5 ഇഞ്ച് എടുത്തില്ലേ, ആ ഒരു 2.5 ഇഞ്ചിലേക്ക് വിട്ട് നമുക്ക് താഴെ നിന്നും 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ 2 സൈഡിലേക്കും നമുക്ക് 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡാട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിക്കാണ് 1/2 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1/4 ഇഞ്ച് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡാട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡാട്ട് എൻഡ് ചെയ്യുന്നത് നമ്മുടെ മേളിൽ ആ ഒരു അപ്പെക്സ് പോയിൻറ്റ് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നും ആണ് നമുക്ക് താഴത്തേക്ക് ഈ ഒരു ഡാട്ട് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ താഴെ ഭാഗത്തെ ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് പീസിൽ 8.5 ഇഞ്ചാണ് ഫിറ്റിംഗ് കൊടുത്തത്. 1.5 ഇഞ്ച് സീമും കൂടി ചേർത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 10 ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മുടെ ആ ഒരു ഡിസൈൻ കൊടുക്കുവാണേ. ഫ്രണ്ടിൽ വരുന്നത് താഴെ പോർഷനിൽ നിന്നും ഇതുപോലെ നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ, അവിടെ നിന്നും ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തില്ലേ, നെക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ഇപ്പോൾ നമ്മുടെ അപ്പെക്സ് പോയിൻറ്റ് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇതേപോലൊരു ലൈനും കൂടി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ആദ്യം വരച്ച ഈ ഒരു ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ഡാട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റായിട്ട് വരുന്നത്.
അപ്പോൾ ഇനി ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറുമല്ലോ, അതായത് അവിടെ നമുക്ക് 1 ഇഞ്ചോളം കുറവ് വരും. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മളിവിടെ താഴത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെസ്റ്റിൻ്റെ കറക്റ്റ് വണ്ണത്തോടൊപ്പം 1 ഇഞ്ചും കൂടി എടുത്താൽ മതി. ഞാനൊരു 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സൈഡിൽ സിപ്പാണ് കേട്ടോ കൊടുക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിപ്പ് വെക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കട്ട് ചെയ്ത് പോകുന്ന 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ എടുത്താൽ മതി. ബാക്കി നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഇവിടെയും ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കണം, അത് മറന്നു പോകരുതേ. ഷോൾഡറിൻ്റെ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിങ് ഇതുപോലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മുഴുവനായും കട്ട് ചെയ്ത് ഈ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിങ്ങും കൂടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിഡിൽ പോർഷനിൽ വരുന്ന പീസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിഡിലിൽ ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടും. ഇനി അതുപോലെ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല ചുളിവ് വരാൻ ചാൻസ് ഉള്ളൊരു ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. സ്ലീവ് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് തുണിയിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ബാക്ക് പീസ് തുണിയിലേക്ക് വയ്ക്കുമ്പോൾ ഷോൾഡറിൻ്റെ പോർഷനിലും നെക്കിൻ്റെ ഭാഗത്തും താഴെയും ഇതുപോലെ സീം എലമെൻറ്റ്സ് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ആം ഹോളിനും ഫിറ്റിങ്ങിനും വേണ്ടി മാത്രം നമുക്ക് സീം എലമെൻറ്റ്സ് വേണ്ട കേട്ടോ. ഇനി ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസിലും നമ്മൾ സീം എലമെൻറ്റ്സ് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ ഷോൾഡറിനും കൊടുക്കുന്നുണ്ട്, താഴത്തേക്കും 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോളിനും ഫിറ്റിങ്ങിനും വേണ്ടി മാത്രം സീം എലമെൻറ്റ്സ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതാണ് മിഡിൽ വരുന്ന 2 പീസ്. എല്ലാ ഭാഗത്തും സീം എലമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങുമായി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പീസാക്കി ജോയിൻ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസാണ് 4 എണ്ണം വരുന്നുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ പീസിനും നമ്മൾ കൊടുത്തിട്ടുള്ള സീം എലമെൻറ്റ്സ് എത്രയാണോ ആ ഒരു സീം എലമെൻറ്റ്സ് മാത്രം വെച്ച് എല്ലാ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ബാക്ക് പീസാണ്, ലൈനിങ്ങുമായി ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നെക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്ക് ക്യാൻവാസിൽ ചെയ്യാം. ഇതാണ് ഫ്രണ്ട് പീസ്. എല്ലാ പീസും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ചിങ് ഇല്ലേ, ആ ഒരു സ്റ്റിച്ചിങ് ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ച ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ 2 അരികു വശത്തും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെയാണുള്ളത്. അപ്പോൾ ഓരോ ജോയിനിങ്ങിൻ്റെയും 2 വശത്തായിട്ട് 2 സ്റ്റിച്ചിങ് വീതം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. കൂടാതെ ബ്ലൗസിൻ്റെ ബോട്ടം പോർഷനും നമ്മളിതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വരച്ചെടുത്ത് ഇതുപോലെ ഒരു ലൈനിങ് പീസിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ക്യാൻവാസ് ഉണ്ടല്ലോ, അപ്പോൾ രണ്ടും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യണം കേട്ടോ. ഇനി ഇത് ഫ്രണ്ട് പീസിൻ്റെ ബോട്ടം ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ക്യാൻവാസ് സെയിം അളവിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 1/2 ഇഞ്ച് ഇതുപോലെ എടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് മറിച്ചടിക്കുമ്പോൾ ചുളിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. പീസ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഫ്രണ്ടും ബാക്കും ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ക്ലോസ് ചെയ്യാം. അപ്പോൾ സൈഡ് ക്ലോസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടെ സിബും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവും കൂടി ജോയിൻ ചെയ്ത് ഇതുപോലെ ബ്ലൗസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാളും 2.5 ഇഞ്ച് മുന്നോട്ടാണ് കേട്ടോ നിൽക്കുന്നത്. സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ സിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിപ്പ് വെക്കുന്ന വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് സെപ്പറേറ്റ് സിപ്പ് വെക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓണത്തിന് എല്ലാവരും ഇതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഓണത്തിന് സ്കേർട്ടിൻ്റെ ഒപ്പം വിയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെൻഡിങ് ഡ്രസ്സാണ്. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.